കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. എന്താണ് PM പ്രണാം സ്കീം? PM പ്രണാം എന്നാൽ മാതൃഭൂമിയുടെ പുനഃസ്ഥാപനം, അവബോധം, പോഷണം, മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെ സൂചിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിലാണ് PM പ്രണാം ആദ്യമായി പ്രഖ്യാപിച്ചത്. ഇതര വളങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രേരിപ്പിച്ച് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്താണ് PM പ്രണാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ജൈവവളങ്ങളോട് ചേർന്ന് രാസവളങ്ങളുടെ സമീകൃത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2022-23 ഏകദേശം 2.25 ലക്ഷം കോടി രൂപയായിരുന്ന രാസവളങ്ങളുടെ സബ്സിഡി ഭാരം കുറയ്ക്കുക. PM പ്രണാം സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്കീമുകൾക്ക് നിലവിലുള്ള വളം സബ്സിഡികൾ ലാഭിക്കുന്നതിലൂടെയാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. PM പ്രണാം പദ്ധതിക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകില്ല. PM പ്രണാം പദ്ധതിയുടെ സബ്സിഡി സേവിങ്ങുകളും ഗ്രാന്റുകളും. സബ്സിഡി സമ്പാദ്യത്തിന്റെ 50% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകും. ഗ്രാന്റിന്റെ 70% വിവിധ തലങ്ങളിലുള്ള ബദൽ വളങ്ങളും ഉൽപാദന യൂണിറ്റുകളും സാങ്കേതികമായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആസ്തികൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ശേഷിക്കുന്ന 30% കർഷകർ, പഞ്ചായത്തുകൾ, വളം കുറയ്ക്കൽ, ബോധവൽക്കരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് പങ്കാളികൾക്ക് പ്രതിഫലം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കാം. വളം കുറയ്ക്കുന്നതിന്റെ കണക്കുകൂട്ടൽ. ഒരു സംസ്ഥാനം യൂറിയ ഉപഭോഗം കുറയ്ക്കുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ യൂറിയയുടെ ശരാശരി ഉപഭോഗവുമായി താരതമ്യം ചെയ്ത് ഈ കണക്കുകൂട്ടൽ സബ്സിഡി സേവിങ്ങുകൾക്കും ഗ്രാന്റുകൾക്കുമുള്ള യോഗ്യത നിർണ്ണയിക്കും. സുസ്ഥിര കൃഷിയുടെ പ്രോത്സാഹനം. ജൈവവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് സുസ്ഥിര കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കും. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കുകയും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമതയെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ആഫ്രിക്കൻ പായലിന്റെ ജൈവിക നിയന്ത്രണം. ആഫ്രിക്കൻ പായലിന്റെ ജൈവിക നിയന്ത്രണത്തിനായി സിർട്ടോബാഗസ് സാൽവീനിയെ എന്ന വണ്ടിനെ വിനിയോഗിക്കാവുന്നതാണ്. ഇതിനായി ജലപ്പരപ്പിന്റെ വിസ്തൃതി അനുസരിച്ച് 50 മുതൽ 100 വരെ വണ്ടുകളെയോ വണ്ടുകൾ അടങ്ങുന്ന 1 കിലോഗ്രാം പായലോ ഉപയോഗിക്കാവുന്നതാണ്. പഴയ പായൽ വാരി മാറ്റിയ ശേഷം പുതിയ പായൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പുതിയ വണ്ടുകളെ വിന്യസിക്കാവുന്നതാണ്. വണ്ടുകൾക്ക് സ്വയം ജലാശയത്തിന്റെ മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കുവാനുള്ള കഴിവ് കുറവായതിനാൽ ഇടയ്ക്കിടെ കീടബാധയുള്ള പായൽ ജലാശയത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റിക്കൊടുക്കേണ്ടതാണ്. ഏകദേശം 12 to 18 മാസത്തിനുള്ളിൽ 100% കളനിയന്ത്രണം സാധിക്കുന്നു. കുളവാഴയുടെ നിയന്ത്രണ മാർഗങ്ങൾ. പ്രകൃതിയോടിണങ്ങിയ രീതിയിൽ. കേരളത്തിലെ ജലാശയങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്ന ചിരസ്ഥായിയായ ഒരു കളയാണ് കുളവാഴ. പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത വിധം കുളവാഴയെ നിയന്ത്രിക്കുന്നതിനായി കശുവണ്ടി എണ്ണയും ഫുസേറിയം പാലിഡോറോസിയം എന്ന കുമിളും ഉപയോഗിക്കാം. 5% വീര്യമുള്ള കശുവണ്ടി എണ്ണ തളിച്ചതിനു ശേഷം 5% വീര്യമുള്ള ഫുസേറിയം പാലിഡോറോസിയം കൂടി തളിച്ചു കൊടുക്കുന്നത് കുളവാഴയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ്. ആവശ്യമെന്നു കണ്ടാൽ 2 ആഴ്ചയ്ക്ക് ശേഷം 1 തവണ കൂടി കുമിൾ ലായനി തളിച്ചു കൊടുക്കുക.
5% കശുവണ്ടി എണ്ണ തയ്യാറാക്കുന്ന വിധം. പത്ത് ലിറ്റർ എമൽഷൻ തയ്യാറാക്കുന്നതിന് 50 മില്ലി കശുവണ്ടി എണ്ണ, 50 ഗ്രാം ബാർ സോപ്പ് എന്നിവ ആവശ്യമാണ്. ബാർ സോപ്പ് ചെറുതായി ചീകി അരിഞ്ഞ് 500 മില്ലി വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇതിലേക്ക് 500 മില്ലി കശുവണ്ടി എണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നിന്നും 1 ലിറ്റർ എടുത്ത് 9 ലിറ്റർ വെള്ളം ചേർത്താൽ കശുവണ്ടി എണ്ണയുടെ 5% വീര്യമുള്ള ലായനി ലഭിക്കും. കശുവണ്ടി എണ്ണ, ഫ്യുസേറിയം പാലിഡോറോസിയം എന്നിവ തളിക്കുന്നതിനിടയിൽ അരമണിക്കൂർ സമയം നൽകുക. നീരൊഴുക്കുള്ള ജലാശയങ്ങളിൽ കയർ, തെങ്ങോല എന്നിവ കൊണ്ട് തടയിടുന്നത് നല്ലൊരു നിയന്ത്രണ രീതിയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കുമിൾ, ബാക്ടീരിയ, വൈറസ് എന്നിങ്ങനെ വിവിധ സൂക്ഷ്മാണുക്കൾ നെൽച്ചെടികളെ രോഗാതുരമാക്കുക പതിവാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും രൂക്ഷം പലപ്പോഴും കുമിൾ രോഗങ്ങളാണ്. കുലവാട്ടം, ബ്ലാസ്റ്റ്. നെല്ലിനെ ബാധിക്കുന്ന ഒരു പ്രധാന കുമിൾ രോഗമാണിത്. പുള്ളിക്കുത്ത്, കുലവാട്ടം എന്നെല്ലാം ബ്ലാസ്റ്റ് രോഗത്തിനെ പറയുന്നുണ്ട്. മെയ് ജൂൺ മാസം പ്രത്യക്ഷപ്പെടുന്ന ഈ രോഗം ഇതേ സമയം പൊടിഞ്ഞാറ്റടിയിലും കാണാം. നെൽച്ചെടിയുടെ എല്ലാ വളർച്ചാ ദശകങ്ങളെയും ഇത് പിടികൂടും. ഇലകൾ, തണ്ട്, കതിര് എന്നിവയെ പ്രത്യേകിച്ചും. ഇലകളിലുണ്ടാകുന്ന നീല കളർന്ന തവിട്ട നിറത്തിലുള്ള പുള്ളിക്കുത്തുകളാണ് ഈ രോഗത്തിന്റെ പ്രഥമ ലക്ഷണം. കണ്ണിന്റെ രൂപത്തിലുള്ളതാണ് ഈ ചെറിയ പൊട്ടുകൾ. രോഗം രൂക്ഷമായി ബാധിച്ച ഇലകൾ കരിയുന്നതു കാണാം. കതിര് നിരക്കുന്ന സമയത്താണ് കുമിൾബാധയെങ്കിൽ കതിരിന്റെ കഴുത്തുവട്ടത്തിൽ തവിട്ട കലർന്ന കറുപ്പ് നിറം കാണുകയും അവിടെ വെച്ച് കതിര് ഒടിഞ്ഞു തൂങ്ങി പോകുകയും ചെയ്യും. ഇതാണ് കുലവാട്ടം എന്ന് പറയുന്നത്. കുലവാട്ടം ബാധിച്ച കതിരിലെ നെൽമണികൾ മിക്കവാറും പതിരായിരിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നിയന്ത്രണം. കുലവാട്ടം പതിവായി എല്ലാ വർഷവും ഉണ്ടാകുന്ന പാടങ്ങളിൽ പ്രതിരോധശേഷിയുള്ള കാഞ്ചന, കനകം, മകം, ആതിര, ഐശ്വര്യ, നീരജ, ജ്യോതി, കൈരളി, വൈശാഖ്, പ്രത്യാശ തുടങ്ങിയ ഇനങ്ങൾ വിതയ്ക്കുക. നൈട്രജൻ വളപ്രയോഗം പരിമിതപ്പെടുത്തിയാൽ രോഗസാധ്യത കുറയും. നൈട്രജൻ വളം തന്നെ അടിവളത്തിനു പുറമെ 2-3 തവണയായി മേൽവളമായും വിതച്ചു ചേർക്കാവുന്നതാണ്. നെൽപ്പാടത്ത് കളവളർച്ച തടയുക. പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതായി കണ്ടിട്ടുണ്ട്. സ്യൂഡോമോണാസ് എന്ന ജൈവ കുമിൾനാശിനി 1 കിലോ വിത്തിന് 10 ഗ്രാം എന്ന തോതിൽ വിത്തിൽ 12 മണിക്കൂർ നേരം പുരട്ടുക. ഏക്കറിന് 1 കിലോഗ്രാം എന്ന തോതിൽ ഇത് ലായനിയാക്കി ഞാറിന്റെ വേര് മൂക്കുകയോ മണ്ണിൽ ചേർക്കുകയോ ചെയ്യാം. 20 ഗ്രാം 1 ലിറ്റർ കലർത്തി ലായനിയാക്കി ഇലകളിൽ തളിക്കുന്നതും ഫലപ്രദമാണ്. രോഗബാധ രൂക്ഷമായാൽ കുമിൾനാശിനി പ്രയോഗിക്കാം. കാർബൺ ഡാസിം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, 0.4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നീ കുമിൾനാശിനികൾ പ്രയോഗിക്കാം. പോളരോഗം. കുമിൾ രോഗമാണ് പോളരോഗം അഥവാ ഷീത്ത് ബ്ലൈറ്റ്. രോഗകാരിയായ കുമിൾ വർഷങ്ങളോളം മണ്ണിൽ ജീവിക്കും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിന്റെ തോത് കൂടുതൽ. പകൽ ഊഷ്മാവ് 30 ഡിഗ്രി സെന്റിഗ്രേഡും അന്തരീക്ഷ ആർദ്രത 90% മുകളിലും വരുമ്പോഴാണ് ഈ കുമിൾ ബാധ വ്യാപിക്കുന്നത്. ഈ സമയത്ത് നെൽച്ചെടികൾ പാടത്ത് അടിക്കണപ്പരുവത്തിലും ചിന പൊട്ടുന്ന ഘട്ടത്തിലുമായിരിക്കും മിക്കവാറും. നെൽച്ചെടികളുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതോടെ രോഗത്തിന് തുടക്കമാകും. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ച പാടുകളുമായിരിക്കും. ഈ പാടുകൾ ക്രമേണ തണ്ടു മുഴുവൻ വ്യാപിച്ച് രോഗബാധിതമായ ഭാഗങ്ങൾ കരിഞ്ഞുണങ്ങി നശിക്കും. നിയന്ത്രണം. രോഗസാധ്യതയുള്ള പാടങ്ങളിൽ നൈട്രജൻ വളങ്ങളുടെ തോത് കുറയ്ക്കുക. നൈട്രജൻ വളങ്ങൾ നൽകുന്നത് തന്നെ വേപ്പിൻ പിണ്ണാക്കുമായി 5:1 എന്ന അനുപാതത്തിൽ കലർത്തി അടിവളത്തിനു പുറമെ
2-3 തവണകളായി ചേർക്കുക. ഐശ്വര്യ, ആതിര, കാഞ്ചന, കൈരളി, പ്രത്യാശ തുടങ്ങിയ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക. ഏക്കറിന് 100 കിലോഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുക. സുഡോമോണസ് ഉപയോഗിച്ച് വിത്ത് പരിചരിക്കുക. ഹെക്സാകോണസോൾ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ, നേറ്റീവോ 0.4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തുടങ്ങിയ കുമിൾനാശിനികളിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിക്കുക. ഞാറുകൾ തീരെ അടുപ്പിച്ച് നടാതിരിക്കുക. പോള രോഗ നിയന്ത്രണത്തിന് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന ബാക്ടീരിയയുടെ കൾച്ചർ വളരെ ഫലപ്രദമാണ്. ഇത് രാസവളങ്ങൾ, ചാരം, കുമ്മായം എന്നിവയുമായൊന്നും കലർത്തി പാടത്ത് ചേർക്കരുത്. കൾച്ചർ ഉപയോഗിക്കാൻ ചില രീതികളുണ്ട്. ഇത് നോക്കാം. വിത്തുമായി കലർത്താം. 1 കിലോഗ്രാം നെൽവിത്ത് 10 ഗ്രാം കൾച്ചർ എന്ന തോതിൽ നന്നായി കലർത്തി 12 മണിക്കൂർ നേരം വെള്ളത്തിൽ സാധാരണ വിത്ത് നനയ്ക്കും വിധം കുതിരാൻ വെക്കുക. തുടർന്ന് വെള്ളം വാർത്തു കളഞ്ഞ് മുള പൊട്ടാൻ നനച്ച ചാക്കിൽ കെട്ടിവെക്കുക. ഞാറിൻ്റെ ചുവട് മുക്കാം. പാടത്ത് 25 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വരമ്പ് തിരിച്ച് ഒരു പ്ലോട്ടാക്കുക. ഇതിൽ 3 ഇഞ്ച് ഉയരത്തിൽ വെള്ളം നിർത്തുക. ഇതിൽ 2.5 കിലോഗ്രാം മിശ്രിതം ചേർത്ത് നന്നായി ഇളക്കുക. ഞാറ് കെട്ടുകളാക്കി വേരുഭാഗം കൾച്ചർ ലായനിയിൽ 1 മണിക്കൂർ നേരം മുക്കി വയ്ക്കുക. കൂടുതൽ സമയം കുതിർത്താൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. മണ്ണിൽ ചേർക്കാം. 2.5 കിലോഗ്രാം ബാക്ടീരിയയുടെ കൾച്ചർ 50 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കലർത്തി മണ്ണിൽ നേരിട്ട് വിതറാം. നെല്ലിന് 35 ദിവസം പ്രായമാകുമ്പോഴാണിത് ചെയ്യാവുന്നത്. ഇലകളിൽ തളിക്കാം. 20 ഗ്രാം കൾച്ചർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ലായനിയാക്കി നെല്ലിന് 30-35 ദിവസം മൂപ്പാകുമ്പോൾ തളിക്കുന്നു. 1 ഹെക്ടർ പാടശേഖരത്തിന് ഇത്തരത്തിൽ 1 കിലോഗ്രാം കൾച്ചർ വേണ്ടിവരും. ഇതിനിടയ്ക്ക് രോഗബാധ ഉണ്ടായാൽ 10 ദിവസം ഇടവിട്ട് 3 തവണ മരുന്ന് തളിക്കണം. രോഗബാധ ഇല്ലെങ്കിൽ 1 തവണ തളിച്ചാൽ മതി. തവിട്ട പുള്ളിക്കുത്ത് ബ്രൗൺ സ്പോട്ട് എന്ന പേരുണ്ട്. ഇലകളിലും നെന്മണികളിലും ദീർഘവൃത്താകൃതിയിലോ ഉള്ള തവിട്ട പുള്ളിക്കുത്ത് ഉണ്ടാകുന്നതാണ് ഈ രോഗത്തിന്റെ ലക്ഷണം. ഇത് രൂപത്തിൽ വലുതായാൽ ഇലകൾ ഉണങ്ങി ചുരുണ്ടു പോകും. പുള്ളികൾക്ക് ചുറ്റും മഞ്ഞ നിറവും കാണാം. നെന്മണികളെയും രോഗം ബാധിക്കും. നെന്മണികളിൽ കറുത്ത പുള്ളികൾ കാണാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നിയന്ത്രണം. പത്ത് ഗ്രാം സുഡോമോണാസ് 1 കിലോഗ്രാം വിത്തിൽ പുരട്ടി 12 മണിക്കൂർ നേരം വെക്കുക. കാഞ്ചന, രമ്യ തുടങ്ങിയ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നടുക. പ്രൊപ്പിയോകോണസോൾ 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ, ഹെക്സാകോണസോൾ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ, മാംഗോ സബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, നേറ്റീവോ 0.4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നിവയിലേതെങ്കിലും ഒരു കുമിൾനാശിനി നിശ്ചിത വീര്യത്തിൽ പ്രയോഗിക്കുക. സ്യൂഡോമോണാസ് പറിച്ചു നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി നെല്ലോലകളിൽ തളിച്ചു കൊടുക്കുന്നതും ഫലപ്രദമാണ്. പോളെ അഴുകൽ. കതിര് വരുന്ന സമയത്ത് തലപൊക്കുന്ന ഒരു കുമിൾ രോഗമാണിത്. 1-ാം വിളയിൽ വൈകി നടുമ്പോഴാണ് ഈ രോഗബാധയ്ക്ക് സാധ്യതയേറെ. കതിരിനെ പൊതിഞ്ഞിരിക്കുന്ന പോളയിലാണ് ഇവിടെ കറുപ്പോ തവിട്ടയോ നിറത്തിൽ പാടുകൾ ഉണ്ടാകുന്നത്. ക്രമേണ പോള അഴുകുകയും ചെയ്യും. രോഗം രൂക്ഷമായാൽ കതിര് മുഴുവൻ പുറത്തു വരാതെ തന്നെ ചീഞ്ഞു പോകുകയും നെൽമണികൾ പതിരായി പോകുകയും ചെയ്യും. അഴുകിയ പോളകൾക്കുള്ളിലായി വെളുത്ത നിറത്തിൽ പൂപ്പലും കാണാം. നിയന്ത്രണം. പ്രതിരോധ ശേഷിയുള്ള മകം, പവിഴം, പ്രത്യാശ, ഗൗരി, രമ്യ, കാർത്തിക, മശൂരി തുടങ്ങിയ ഇനങ്ങൾ കൃഷിയിറക്കുക. ട്രൈക്കോഡർമ കൾച്ചർ നനവുള്ള ചാണകപ്പൊടിയുമായി ചേർത്ത് തണലത്ത് മൂടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പാടത്ത് വിതറുക. നൈട്രജൻ വളം 2-3 തവണ വിഭജിച്ച് മേൽവളമായി കൊടുക്കുക. സുഡോമോണാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിത്തിൽ പുരട്ടുക. കാർബൻഡാസിം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുക. ബാക്ടീരിയൽ ബ്ലൈറ്റ്. ബാക്ടീരിയൽ ഇലകരിച്ചിലാണിത്. സാന്തോമോണാസ് ഒറൈസെ എന്ന ബാക്ടീരിയയാണ് രോഗഹേതു. വാട്ടം, ഓലകരിച്ചിൽ, മഞ്ഞളിപ്പ് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. തുടക്കത്തിൽ ഇലകൾ വാടിയഴുകും.
പിന്നീട് ചെടികൾ മഞ്ഞളിച്ച് മുഴുവനായി വാടി അഴുകിപ്പോകും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണ രോഗം പ്രത്യക്ഷപ്പെടുന്നത്. കൊടിയോല പ്രായം മുതൽ രോഗബാധ കൂടുതൽ കാണാം. ഇലയുടെ അറ്റത്തു നിന്നാണ് മഞ്ഞളിപ്പ് ആദ്യം തുടങ്ങുന്നത്. ഈ മഞ്ഞളിപ്പാകട്ടെ ഇരുവശങ്ങളിലേക്കും താഴേക്കും വ്യാപിച്ച് ക്രമേണ ഓല പാടെ കരിയും. വിത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് രോഗം വ്യാപിക്കുക. മഴയും കാറ്റും താഴ്ന്ന താപനിലയുമൊക്കെ രോഗവർധനയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയും ഇലകളിലും വേരുകളിലും ഉണ്ടാകുന്ന മുറിവുകളിലൂടെയും ബാക്ടീരിയ ചെടിയിൽ പ്രവേശിക്കുന്നു. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ചെടി പറിച്ചെടുത്ത് മണ്ണ് കഴുകിയതിനു ശേഷം ഒരു കത്തികൊണ്ട് മുറിച്ച ഭാഗം ഒരു ചില്ലു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ചു നേരം അനക്കാതെ മുക്കി വെച്ചാൽ മുറിവിൽ നിന്ന് പാലുപോലെ വെളുത്ത ദ്രാവകം ഊറിയിറങ്ങുന്നത് കാണാം. ഇത് ബാക്ടീരിയൽ കരിച്ചിലിന്റെ സൂചകം. നിയന്ത്രണം: രോഗബാധിതമല്ലാത്ത വിത്ത് ഉപയോഗിക്കുക. ഏക്കറിന് 2 കിലോഗ്രാം എന്ന തോതിൽ ബ്ലീച്ചിങ് പൗഡർ കിഴികെട്ടി പാടത്ത് അവിടിവിടെ വയ്ക്കുക. 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ലായനിയുടെ തെളി തളിക്കുന്നത് ബാക്ടീരിയൽ കരിച്ചിലിന് നല്ലതാണ്. സ്ട്രെപ്റ്റോസൈക്ലിൻ 6 ഗ്രാം 120 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 ഏക്കറിന് എന്ന തോതിൽ തളിക്കുക. നെന്മണിപ്പുള്ളി: വിവിധ തരം കുമിളുകൾ നെന്മണികളിൽ കറുത്ത കുത്തുകൾ വീഴ്ത്തുന്നു. ഇത്തരം മണികൾ കറുത്തു പോകും. വിത്തിലൂടെയാണ് രോഗപകർപ്പ്. നിയന്ത്രണം: 10 ഗ്രാം സുഡോമോണാസ് 1 കിലോഗ്രാം വിത്തിൽ പുരട്ടി നടുന്നത് രോഗനിയന്ത്രണത്തിന് ഉപകരിക്കും. ഇതുതന്നെ ചാണകപ്പൊടിയിൽ കലർത്തി മണ്ണിൽ ചേർക്കാം. 20 ഗ്രാം സുഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുത്താൽ രോഗത്തിന്റെ രൂക്ഷത കുറയ്ക്കാം. 4 ഗ്രാം നേറ്റീവോ 10 ലിറ്റർ വെള്ളത്തിൽ, കാർബൺ ഡാസിം 1.5 ഗ്രാം, മാംഗോസബ് 1 ലിറ്റർ വെള്ളത്തിൽ, ഹെക്സാകോണസോളും 2.5 ഗ്രാം, സിനബും 1 ലിറ്റർ വെള്ളത്തിൽ, ഇവയിലൊന്ന് തളിച്ചും നെന്മണിപ്പുള്ളി തടയാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നെല്ലിന്റെ പോഷക തകരാറുകൾ. രോഗബാധയ്ക്ക് പുറമെ നെല്ലിന് പോഷകക്കുറവ് കൊണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവയും യഥാസമയം പരിഹരിച്ചു പോകാനായാൽ നന്ന്. ചില സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവാണ് ഇത്തരത്തിൽ പ്രശ്നം സൃഷ്ടിക്കാറുള്ളത്. ബോറോൺ. ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിന്റെ അഭാവത്തിൽ പുതിയ ഇലകളുടെ അഗ്രഭാഗം വെളുത്ത് ചുരുണ്ടു പോകും. കതിര് വരുമ്പോൾ നെന്മണികൾ പതിരാകുകയും വെൺകതിരായി രൂപാന്തരപ്പെടാനും ഇടയുണ്ട്. പരിഹാരം: മണ്ണ് പരിശോധിച്ചതിന് ശേഷം 1 ഏക്കറിന് 4 കിലോഗ്രാം ബൊറാക്സ് എന്ന തോതിൽ വിതറുക. ബൊറാക്സ് അല്ലെങ്കിൽ സോലിബോർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കുക. സൂക്ഷ്മ മൂലക മിശ്രിതമായ സമ്പൂർണ്ണ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഞാറ്റടിയിലും തുടർന്ന് 30-50 ദിവസങ്ങളിലും 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. മാഗ്നീഷ്യം. നെല്ലോലകളുടെ ഞരമ്പുകൾക്കിടയിലുള്ള ഭാഗം മഞ്ഞ നിറത്തിലാകുന്നതാണ് മാഗ്നീഷ്യത്തിന്റെ കുറവുണ്ടായാൽ ആദ്യം പ്രകടമാകുന്ന ബാഹ്യ ലക്ഷണം. ഞരമ്പുകൾ പച്ച നിറമായിരിക്കും, എന്നാൽ ബാക്കി ഭാഗമാകെ മഞ്ഞളിക്കും. ക്രമേണ ഇത്തരം ഇലകൾ കരിയുകയും ചെയ്യുന്നു. പരിഹാരം: 1 ഏക്കറിന് 40 കിലോഗ്രാം മാഗ്നീഷ്യം സൾഫേറ്റ് പാടത്ത് വിതറാം. മണ്ണിന്റെ പുളി പരിഹരിക്കുന്നതിന് ഡോളമൈറ്റ് ചേർക്കണം. ഇതും പ്രശ്ന പരിഹാരത്തിന് സഹായകരമാകും. ഇരുമ്പ് കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നം. നെൽപ്പാടത്ത് വെള്ളത്തിനു മീതെ ചുവന്ന പാട കണ്ടാൽ അത് ഇരുമ്പിന്റെ ആധിക്യം കൊണ്ടാണ് എന്നുറപ്പിക്കാം. ഒപ്പം നെല്ലോലകളുടെ അരികിൽ നിന്ന് താഴേക്ക് ചെറിയ ചാരനിറത്തിൽ പുള്ളിക്കുത്തുകൾ വീഴും. ഇലകൾക്ക് ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമാകുകയും ചെയ്യും. ഇങ്ങനെ വളരുന്ന നെല്ലിന്റെ വേരുകൾക്കും ചുവപ്പ് നിറമാകും. പിന്നീടത് കറുത്ത നിറമായി മാറുന്നു. പ്രതിവിധി: ഏക്കറിന് 250 കിലോഗ്രാം എന്ന തോതിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കുക. ഇടയ്ക്കിടെ പാടത്ത് വെള്ളം കയറ്റിയിറക്കുക. ഏക്കറിന് 40 കിലോഗ്രാം എന്ന തോതിൽ സിലിക്ക ചേർക്കുക.
വൈവിധ്യമാർന്ന അസംഖ്യം നെല്ലിനങ്ങളുടെ കേദാരമായിരുന്നു കേരളം. കേരളത്തിൽ മാത്രം ഏതാണ്ട് 3000-ലധികം നെൽവിത്തിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി ബ്രിട്ടീഷ് ഗസറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രമാത്രം വിസ്മയകരമാണ് നെല്ലിന്റെ ജനിതക വൈവിധ്യം. ഇന്ന് വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന സാക്ഷാൽ നെല്ലിന്റെ, അതായത് ഒറൈസ സറ്റൈവ, പ്രാഥമിക ഉറവിടം ഇന്ത്യയാണ്. ഇന്ത്യയിലാകട്ടെ ഏതാണ്ട് 100,000-ലധികം പ്രാദേശിക നെല്ലിനങ്ങൾ നിലനിന്നിരുന്നതായി കരുതുന്നു. നെല്ലിനങ്ങളുടെ തറവാട് എന്ന് തന്നെ ഇന്ത്യയെ വിശേഷിപ്പിക്കാം. എന്നാൽ സങ്കരവിത്തുകളുടെയും ഏകവിള കൃഷി സമ്പ്രദായത്തിന്റെയും കടന്നുവരവോടെയാണ് ഈ വൈവിധ്യത്തിന് കാര്യമായ കുറവ് സംഭവിച്ചത്. മൂപ്പുകാലം, നെൽച്ചെടിയുടെ ഉയരം, ചിനപ്പ് പൊട്ടുന്ന സ്വഭാവം, വിവിധ സസ്യഭാഗങ്ങളുടെ നിറവ്യത്യാസം, കതിരിന്റെ സ്വഭാവങ്ങൾ, നെന്മണിയുടെ രൂപവും വലിപ്പവും നിറവും, നെല്ലിന്റെ സുഗന്ധം, പാചകമേന്മ, ഔഷധഗുണം, മണ്ണിന്റെ സ്വഭാവത്തോടുള്ള പ്രതിരോധശേഷി, വരൾച്ച, വെള്ളപ്പൊക്കം, കീടരോഗബാധ എന്നിവ ചെറുത്തു നിൽക്കാനുള്ള കഴിവ്, അന്തരീക്ഷോഷ്മാവ് വ്യതിയാനത്തോടുള്ള പ്രതികരണം തുടങ്ങി വിവിധ സ്വഭാവങ്ങളിൽ നെല്ലിനങ്ങൾ തികഞ്ഞ വൈവിധ്യമാണ് പുലർത്തിയിരുന്നത്. മട്ടയരി, പുഴുങ്ങലരി, പച്ചരി എന്നൊക്കെ ഇനം തിരിച്ചു പറയാറുണ്ടെങ്കിലും നെല്ലിന്റെ ശരിക്കുള്ള വേർതിരിവ് ഇതിനൊക്കെ അപ്പുറമാണ് എന്ന് പറയാം. അരിയുടെ രുചി എന്നത് നെല്ലിനെ ആശ്രയിച്ചാണ്. ഓരോ മണ്ണിനും ചേരുന്നത് രോഗ കീട പ്രതിരോധ ശേഷി, മൂപ്പ്, ഇനത്തിന്റെ ജല ഉപയോഗ സ്വഭാവം, ഉൽപാദനക്ഷമത തുടങ്ങി വിവിധ ഘടകങ്ങൾ നോക്കിയാണ് കർഷകർ പാടത്ത് വിത്തിറക്കുന്നത്. വൈക്കോലിന്റെ അളവും മറ്റൊരു ഘടകമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊടുമ്പിരി കൊണ്ട ഇക്കാലത്ത് ഒരേ ഇനം തന്നെ എക്കാലവും കൃഷിയിറക്കാൻ കഴിയില്ല. അതിനാൽ പരീക്ഷണശാലയിലും പാടത്തും നിരവധി തവണ നിരീക്ഷണങ്ങൾ നടത്തി ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ ഓരോ നെൽവിത്തും പുറത്തിറക്കുകയുള്ളൂ. നാടൻ നെല്ലിനങ്ങളും ദേശീയ അന്തർദേശീയ നെല്ലിനങ്ങളും ഉപയോഗിച്ചാണ് ഓരോ ഇനവും കണ്ടെത്തുന്നത്. ഇത് ചെറിയ തോതിൽ കൃഷി ചെയ്തു കഴിഞ്ഞ് പിന്നീടാണ് വൻതോതിൽ കൃഷിക്ക് ശുപാർശ ചെയ്യുക. നെല്ലിനുമുണ്ട് അഴകളവുകൾ. ഇതാണ് അരിയുടെ ഗുണം നിർണ്ണയിക്കുന്നത്. നെല്ലിന്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന അഴകളവുകൾ ഇവയാണ്: 1. നെൽച്ചെടിയുടെ ഉയരം. 2. ഇലയുടെ വീതി. 3. കതിരിന്റെ നീളം. 4. നെന്മണിയുടെ നീളവും വീതിയും. 5. 1000 നെന്മണിയുടെ തൂക്കം. 6. മണം അഥവാ ഗന്ധം. 7. അരിയുടെ നീളം, വീതി, നിറം, ആകൃതി. 8. പാചക ഗുണം. വിരിപ്പിനും മുണ്ടകനും പുഞ്ചയ്ക്കും കൃഷി ഇറക്കിയിരുന്ന വെവ്വേറെ പരമ്പരാഗത ഇനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കാലം തിരിച്ച് ഇവയെ പരിചയപ്പെടുത്താം. വിരിപ്പ് കൃഷിക്ക് വളർത്തിയിരുന്ന ഇനങ്ങൾ: ആര്യൻ, അരിമോടൻ, അല്ലിക്കണ്ണൻ, അടുക്കൻ, അറുപതാമോടൻ, ചമ്പാവ്, ചെമ്പൻ, ചീരച്ചെമ്പൻ, ചെങ്കയമ്മ, ചെറുവിരിപ്പ്, ചെന്നെല്ല്, ചെന്തൊണ്ടി, ചെട്ടിവിരിപ്പ്, ചേറ്റുവെളിയൻ, ചുവന്ന മോടൻ, എടവക, ചുവന്ന വട്ടൻ, എരുമക്കാരി, ജീരകശാല, ഗന്ധകശാല, കമൽ, കന്നിക്കയമ, കറുത്ത മോടൻ, കറുത്ത ചമ്പാവ്, കയമ, കട്ടമോടൻ, കരിമാല, കൊത്തമ്പാലരിക്കയമ, വെളുത്തരിക്കയമ, വിരിപ്പ്, വെളുത്തവട്ടൻ, വെള്ളപ്പെരുവലം, കൊച്ചുവിത്ത്, കോഴിവാലൻ, കുറുംകയമ, കുറുമാട്ടി, കുതിരുവിത്ത്, കുറുമാട്ടിക്കയമ, വടക്കൻകാരൻ, തൊണ്ടി, ഉണ്ടച്ചമ്പാവ്, പള്ളിയാൽ, മോടൻ, പാൽക്കയമ, തോവൻ, ഓണവട്ടൻ, വെള്ളാര്യൻ. മുണ്ടകൻ കൃഷിക്ക് വളർത്തിയിരുന്ന ഇനങ്ങൾ: വെളുത്ത ചീര, വെള്ളത്തിൽ ചീര, ചേറാടി, ചിറ്റേനി, അതിക്കിരായ, ചെറിയ ചിറ്റേനി, ചൂരപ്പാണ്ടി, എരവപ്പാണ്ടി, കരിമുണ്ടകൻ, കറുത്തപാണ്ടി, കൗങ്ങിൻ പൂത്താല, കൊടിയൻ, കുട്ടാടൻ, കുറ്റിച്ചേറാടി, നെയ്ച്ചീര, ഓർക്കയമ, പൂക്കുലത്തിരി, തെക്കൻ, വടക്കൻ ചിറ്റേനി, വെള്ളമുണ്ടകൻ, വെള്ളരി, വെള്ളാര്യൻ. പുഞ്ചകൃഷിക്ക് വളർത്തിയിരുന്ന ഇനങ്ങൾ: തെക്കൻ ചീര, കീരിപ്പാല, ചോമൻ, ചീര, പുഞ്ചനെല്ല്, ഞവര. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം ജന്മം നൽകിയ നെല്ലിനങ്ങൾ: ആര്യൻ, പൊന്നാര്യൻ, എരവപ്പാണ്ടി, വെള്ളരി, വെളുത്തരിക്കയമ, അതിക്കിരായ, പറമ്പുവട്ടൻ, ചുവന്നരി തവളക്കണ്ണൻ, ചുവന്നരി തവളക്കണ്ണൻ, വെളുത്തരി തവളക്കണ്ണൻ, തെക്കൻ ചീര, ഹല്ലിക, തെക്കൻ ചിറ്റേനി, കയമ, മസ്കാദി, കൗങ്ങിൻ പൂത്താല, ജഡ്ഡു ഹല്ലിക, എരവപ്പാണ്ടി, അതിക്കിരായ, വടക്കൻ ചിറ്റേനി, തെക്കൻ, വെളുത്തവട്ടൻ, ചെറിയ ആര്യൻ, ചുവന്നവട്ടൻ, തൊണ്ണൂറാൻ, ചെങ്കഴമ, കൊടിയൻ, കട്ടമോടൻ, കറുത്തമോടൻ, ചുവന്ന മോടൻ, ഇലപ്പാപ്പു ചെമ്പാൻ, അരുവക്കാരി, അറുക്കിറായ്, വലിയ ചെമ്പാൻ, അന്നപൂർണ, രോഹിണി, അശ്വതി, ത്രിവേണി, ജ്യോതി, ശബരി, ഭാരതി, സുവർണമോടൻ, സ്വർണപ്രഭ, രശ്മി, മട്ടത്രിവേണി, ജയതി, നീരജ, നിള, കൈരളി, കാഞ്ചന, ആതിര, ഐശ്വര്യ, മംഗളമശൂരി, കരുണ, ഹർഷ, വർഷ, ശ്വേത, അനശ്വര, സംയുക്ത, വൈശാഖ്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ നെല്ലിനങ്ങൾ:
ചെട്ടിവിരിപ്പ്, കല്ലടിച്ചമ്പാവ്, കുഞ്ഞതിക്കീര, ഭദ്ര, ആശ, പവിഴം, കാർത്തിക, അരുണ, മകം, രമ്യ, കനകം, രഞ്ജിനി, പവിത്ര, പഞ്ചമി, രമണിക, ഉമ, രേവതി, കരിഷ്മ, കൃഷ്ണാഞ്ജന, ഗൗരി, പ്രത്യാശ, ശ്രേയസ്. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നെല്ലിനങ്ങൾ: ഹ്രസ്വ, അഹല്യ, മനുപ്രിയ. കായംകുളം നെല്ലു ഗവേഷണ കേന്ദ്രത്തിന്റെ നെല്ലിനങ്ങൾ: ലക്ഷ്മി, ഭാഗ്യ, ഓണം, ധന്യ, സാഗരം, മകരം, കുംഭം, ചിങ്ങം, ധനു, തുലാം, അമൃത. കൊട്ടാരക്കര ഫാമിംഗ് സിസ്റ്റംസ് റിസർച്ച് സ്റ്റേഷന്റെ നെല്ലിനം: കുറ്റിച്ചേറാടി. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നെല്ലിനങ്ങൾ: തൊണ്ടി, പാൽത്തൊണ്ടി, ദീപ്തി. വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിന്റെ നെല്ലിനങ്ങൾ: കുഞ്ഞു കുഞ്ഞു വർണ്ണ, കുഞ്ഞു കുഞ്ഞു പ്രിയ. വെള്ളായണി കാർഷിക കോളേജിന്റെ നെല്ലിനങ്ങൾ: ആരതി. പടന്നക്കാട് കാർഷിക കോളേജിന്റെ നെല്ലിനങ്ങൾ: 7-1, 7-2, 7-3, 7-4. ജൈവ. ഓരോ പ്രദേശത്തിനും യോജിച്ച നെൽവിത്തുകൾ. പ്രദേശം: മോഡേൺ കൃഷി. കൃഷികാലം: വിരിപ്പ്. യോജിച്ച ഇനങ്ങൾ: സ്വർണപ്രഭ, PTB 28, 29, 30. മ്യാൽപ്പാടം. പ്രദേശം: മ്യാൽപ്പാടം. കൃഷികാലം: വിരിപ്പ്. മൂപ്പ് കുറഞ്ഞത്: മട്ടത്രിവേണി, ഓണം, കാഞ്ചന, കാർത്തിക, ജ്യോതി. മൂപ്പ് കൂടിയത്: പഞ്ചമി, ഉമ, പവിത്ര, പവിഴം, ഐശ്വര്യ, മഷൂറി. പ്രദേശം: പാലക്കാടൻ നിലങ്ങൾ. കൃഷികാലം: വിരിപ്പ്. മൂപ്പ് കുറഞ്ഞത്: അഹല്യ, കാഞ്ചന, ജ്യോതി, മട്ട, ത്രിവേണി. മൂപ്പ് കൂടിയത്: പഞ്ചമി, പവിഴം, ആതിര, ഐശ്വര്യ, ഭാരതി, സംയുക്ത. കൃഷികാലം: മുണ്ടകൻ. മൂപ്പ് കുറഞ്ഞത്: ജ്യോതി, കാഞ്ചന, രമണിക. മൂപ്പ് കൂടിയത്: ഉമ, ജയ, പവിഴം, നീരജ, അനശ്വര, കരിഷ്മ. കൃഷികാലം: പുഞ്ച. മൂപ്പ് കുറഞ്ഞത്: കാഞ്ചന, മകം, മട്ടത്രിവേണി. മൂപ്പ് കൂടിയത്: ഐശ്വര്യ, രേവതി, പവിഴം. പ്രദേശം: ചിറ്റൂർ നിലങ്ങൾ. കൃഷികാലം: വിരിപ്പ്. മൂപ്പ് കുറഞ്ഞത്: ജ്യോതി. മൂപ്പ് കൂടിയത്: ഉമ, പഞ്ചമി, കരിഷ്മ, സംയുക്ത, പൊന്നി, ഐശ്വര്യ. കൃഷികാലം: മുണ്ടകൻ. മൂപ്പ് കുറഞ്ഞത്: ജ്യോതി. മൂപ്പ് കൂടിയത്: പൊന്നി, മഷൂരി, പ്രണവ. കൃഷികാലം: പുഞ്ച. മൂപ്പ് കുറഞ്ഞത്: കാർത്തിക, കാഞ്ചന, മകം, ജ്യോതി. മൂപ്പ് കൂടിയത്: ഐശ്വര്യ, രേവതി, പവിഴം. പ്രദേശം: കോൾ നിലങ്ങൾ. കൃഷികാലം: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മൂപ്പ് കുറഞ്ഞത്: അഹല്യ, ജ്യോതി, കാഞ്ചന, മനുപ്രിയ. മൂപ്പ് കൂടിയത്: ഉമ, പഞ്ചമി, ഐശ്വര്യ, ഭദ്ര. കൃഷികാലം: ഡിസംബർ, ജനുവരി, മാർച്ച്, ഏപ്രിൽ. മൂപ്പ് കുറഞ്ഞത്: അഹല്യ, ജ്യോതി, കാഞ്ചന, മട്ടത്രിവേണി. പ്രദേശം: കുട്ടനാട്. കൃഷികാലം: വിരിപ്പ്. മൂപ്പ് കൂടിയത്: ഉമ, ഐശ്വര്യ, കൈരളി, കാർത്തിക. മൂപ്പ് കുറഞ്ഞത്: അരുണ, രമണിക, മട്ടത്രിവേണി, പ്രത്യാശ. കൃഷികാലം: പുഞ്ച. മൂപ്പ് കുറഞ്ഞത്: കാഞ്ചന, കാർത്തിക, രമണിക, മകം. മൂപ്പ് കൂടിയത്: ഉമ, രേവതി, ഗൗരി, ആശ, ഭദ്ര, രമ്യ, പവിഴം, പവിത്ര. പ്രദേശം: ഓണാട്ടുകര. കൃഷികാലം: വിരിപ്പ്. മൂപ്പ് കുറഞ്ഞത്: കാർത്തിക, രമണിക, മകം, ഓണം, ജ്യോതി. മൂപ്പ് കൂടിയത്: രേവതി, ഐശ്വര്യ, ഭാഗ്യ. കൃഷികാലം: മുണ്ടകൻ. മൂപ്പ് കുറഞ്ഞത്: രേവതി, രമണിക, മട്ടത്രിവേണി, മകം, ജ്യോതി. മൂപ്പ് കൂടിയത്: ധന്യ, ലക്ഷ്മി, കരുണ, സാഗര. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. IR8 മിറക്കിൾ റൈസും പട്ടാമ്പി പെരുമയും. നെല്ലിനങ്ങളിൽ IR8നോളം പ്രസിദ്ധി നേടിയ ഇനങ്ങൾ മറ്റില്ല എന്നു പറയാം. അത്യുത്പാദന ശേഷിയും ഉയരക്കുറവും ദൃഢമായ തണ്ടുമാണ് ലോകമെങ്ങും മിറക്കിൾ റൈസ് എന്നു പേരെടുത്ത IR8ന്റെ പ്രത്യേകതകൾ. IR8നെ മാതൃകയാക്കി ഇന്ത്യയിൽ ജന്മം നൽകിയ അത്യുൽപാദന ശേഷിയുള്ള ഹ്രസ്വകാല നെല്ലിനമാണ് PTB 35, അതായത് അന്നപൂർണ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ചുവന്ന സങ്കരയിനം അരിയും ഇത് തന്നെ. ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിൽ സ്ഥിതി ചെയ്യുന്ന അന്തർദേശീയ നെല്ലു ഗവേഷണ കേന്ദ്രമാണ് IR8ന് ജന്മം നൽകിയത്. എന്നാൽ അന്നപൂർണയ്ക്ക് ജന്മം നൽകിയതാകട്ടെ പാലക്കാട് പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രവും. വിത്തുകൾക്ക് പേരിടുമ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച സ്ഥലം സൂചിപ്പിക്കാറുണ്ട്. ഇങ്ങനെയാണ് പട്ടാമ്പി എന്നത് PTB എന്ന് ചുരുക്കപ്പേരിലും അന്തർദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം എന്നത് IR എന്ന ചുരുക്കപ്പേരിലും ഇനങ്ങളോടൊപ്പം സ്ഥാനം പിടിച്ചത്. കലാമണ്ഡലത്തിലെ കലാകാരന്മാർക്ക് പേരിന് മുന്നിൽ ആ പേര് ചേർക്കുന്നതിന്റെ അഭിമാനം പോലെയാണ് പട്ടാമ്പിയിൽ നിന്നിറങ്ങുന്ന നെല്ലിനങ്ങളുടെ പേരുകൾക്ക് മുന്നിൽ PTB എന്ന 3 അക്ഷരം വരുന്നത് എന്ന് ചുരുക്കം. IR8 പുറത്തിറങ്ങിയ വർഷം 1966. അന്നപൂർണയാകട്ടെ 1968 പുറത്തിറങ്ങുന്നത്.
PTB 1 മുതൽ 34 വരെയുള്ളവ പരമ്പരാഗത നെല്ലിൽ നിന്ന് ശുദ്ധ നിർദ്ധാരണം നടത്തിയ നാടൻ ഇനങ്ങളാണ്. PTB 35 മുതൽ 60 വരെയുള്ളവ ഉൽപാദനക്ഷമത കൂടിയ സങ്കര ഇനങ്ങളും. PTB 1 പഴയ തലമുറയിൽ പേരെടുത്ത ആര്യനാണ്. കേരളത്തിനകത്തും പുറത്തും കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങളിൽ മഹാഭൂരിപക്ഷവും പട്ടാമ്പിയുടെ ഗവേഷണശാലയിൽ ജന്മം കൊണ്ടതാണ്. 1000-ഓളം നെല്ലിനങ്ങൾ പട്ടാമ്പിയിൽ സംരക്ഷിക്കുന്നുമുണ്ട്. ഇതിൽ 300-400 എണ്ണം പരമ്പരാഗത ഇനങ്ങളാണ്. അന്തർദേശീയ നെല്ലു ഗവേഷണ സ്ഥാപനത്തിന്റെ ആസ്ഥാനം മനിലയാണ്. എങ്കിൽ കേരളത്തിന്റെ മനിലയാണ് പട്ടാമ്പി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ലോകമാകെ രുചിയുടെയും മികവിന്റെയും പേരിൽ ആഗോള പ്രസിദ്ധി നേടിയ മികച്ച നെൽവിത്തുകൾക്ക് ജന്മം നൽകിയത് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ്. പട്ടാമ്പിയിൽ ജനിച്ച് മറുനാടുകളിൽ താരപദവിയിലെത്തിയ നെല്ലിനങ്ങളും ഏറെ. ഇതിലൊന്നാണ് ജ്യോതി. ജ്യോതി വിത്ത് കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഒഡീഷ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. 1974 ജ്യോതി പട്ടാമ്പിയിൽ പിറന്നത്. നല്ല രുചിയാണ് ജ്യോതിയുടെ മുഖമുദ്ര. പാലക്കാടൻ മട്ട, വടിമട്ട എന്നീ വിവിധ പേരുകളിൽ കിട്ടുന്ന നീണ്ട ഉരുണ്ട അരി ഈ ജ്യോതിയുടേതാണെന്ന് പലർക്കും അറിയില്ല. ഭൗമസൂചിക പ്രകാരം ഇവിടെ കൃഷി ചെയ്യുന്ന നെല്ലിനത്തിന് നൽകുന്ന ബ്രാൻഡ് രജിസ്ട്രേഷനാണ് പാലക്കാടൻ മട്ട എന്നത്. കാഞ്ചന, ആതിര, ഐശ്വര്യ, ഉമ, മട്ടത്രിവേണി തുടങ്ങിയ ഇനങ്ങളാണ് ജ്യോതിക്ക് തൊട്ടുപിന്നിൽ. ഇവ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ 3 വിളകൾക്കും അനുയോജ്യവുമാണ്. പട്ടാമ്പിയിൽ നിന്ന് പുറത്തിറക്കിയ മറ്റു ചില പ്രധാന നെല്ലിനങ്ങളാണ് വൈശാഖ്, മകരം, ഹർഷ, സംയുക്ത, കരുണ, ശ്രേയസ്, പ്രത്യാശ, സ്വർണപ്രഭ, നീരജ തുടങ്ങിയവ. ശകവർഷത്തിലെ വൈശാഖ മാസത്തിനൊപ്പം വരുന്ന മലയാള മാസം മേടത്തിൽ വിതയ്ക്കുന്ന വിത്താണ് വൈശാഖ്. കോൾനിലങ്ങളിൽ കൃഷിയിറക്കാനുള്ളതിന് പേര് വർഷ. വരൾച്ചാ പ്രതിരോധ ശേഷി കൂടിയ ഇനമാണ് ഹർഷ. ചതുപ്പ് നിലങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായ ഇനമായാണ് 1990 നീരജ എന്ന നെൽവിത്ത് പുറത്തിറക്കുന്നത്. ഇതിന്റെ അരി വെളുത്ത നീണ്ട മെലിഞ്ഞതാണ്. കൂട്ടുമുണ്ടകൻ കൃഷിക്ക് അനുയോജ്യമായ ഇനത്തിന് സംയുക്ത എന്നാണ് പേരിട്ടത്. 3 പൂവും കൃഷി ചെയ്യാൻ കഴിയുന്ന നല്ല ഉയരത്തിൽ വളരുന്ന തെല്ലും ചാഞ്ഞു വീഴാത്ത വെളുത്ത അരിയുള്ള സുപ്രിയ, അക്ഷയ എന്നീ ഇനങ്ങളും നവതിയിലെത്തിയ പട്ടാമ്പിയുടെ ഗവേഷണശാലയിൽ പിറവിയെടുത്ത പുതിയ നെല്ലിനങ്ങളാണ്. പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിലെ റൈസ് മ്യൂസിയം ശ്രദ്ധേയമാണ്. നെല്ല് മ്യൂസിയം എന്നാണിതറിയപ്പെടുന്നത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.